20,000 രൂപയ്ക്ക് 14.2/7% പലിശ നിരക്കിൽ 4 വർഷത്തെ സാധാരണ പലിശ കാണുക. ഇവിടെ നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? സാധാരണ പലിശ കാണേണ്ടത്. സാധാരണ പലിശ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? I PNR ഡിവൈഡഡ് ബൈ 100 നമുക്കറിയാം. PNR ഡിവൈഡഡ് ബൈ 100 അല്ലേ? ഇവിടെ പി എന്ന് പറയുന്നത് എന്താണ്? പി പ്രിൻസിപ്പൽ എമൗണ്ട് അഥവാ മുടക്കുമുതൽ. ഇവിടെ 70,000 രൂപ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പി 70,000 ആണ്. 70,000. അതുപോലെ തന്നെ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് അഥവാ വർഷങ്ങളുടെ എണ്ണം. ഇവിടെ 4 വർഷത്തെ സാധാരണ പലിശയെ നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടുത്തെ എൻ എന്ന് പറയുന്നത് 4. അടുത്തെന്താ? ആർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അഥവാ പലിശ നിരക്ക്. ഇവിടെ തന്നിട്ടുണ്ട് 14.2/7%. 14.2/7%. ഇത് നമുക്ക് ഫോർമുല കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നമുക്കൊരു ഭിന്നസംഖ്യയെ ഒരിക്കലും മിശ്രഭിന്ന രൂപത്തിലിട്ട് കണക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഇതിന് എന്താക്കണം? വിഷമഭിന്നത്തിലാക്കണം. ഇതിനെങ്ങനെ വിഷമഭിന്നത്തിലാക്കണേ? ആദ്യം പൂർണ്ണസംഖ്യയും ഛേദവും കൂടെ ഗുണിക്കുക. 14 × 7 എത്രയാണ്? 10 × 70 4 × 28 98. കിട്ടുന്ന ഉത്തരത്തിനോടൊപ്പം അംശം കൂട്ടുക. 98 + 2 എത്രയാണ്? 100. 100 ഡിവൈഡ് ബൈ ഛേദം എപ്പോഴും ഇതേ ഛേദം തന്നെയായിരിക്കും 7. അപ്പോൾ ഇതിൻ്റെ വിഷമഭിന്ന രൂപം നമുക്ക് കിട്ടി 100/7. ഇനി നമുക്ക് ഫോർമുല കൊടുക്കാം. ഈക്വൽ ടു പി എത്രയാണ്? പി 70,000. 70,000 ഇൻറ്റു N 4 4 ഇൻറ്റു 6 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 100/7. 100 ഹോൾ ഡിവൈഡഡ് ബൈ 7 കൊടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ? ഒരു കുഴപ്പമില്ല. മേളിൽ ഗുണന ചിഹ്നമല്ലേ കിടക്കുന്നത്, അതുകൊണ്ട് ഹോൾ ഡിവൈഡഡ് ബൈ 7 കൊടുക്കാം. പിന്നെ ഒരു 100 കൂടെ ഉണ്ട്, അത് മറക്കരുത്. ആ 100നെ ഇവിടെ 100 × 7 അങ്ങ് എഴുതിയിട്ടേക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വെട്ടാം. ഈ 100 അങ്ങ് വെട്ടാം. 7 അങ്ങ് വെട്ടാം. 1. ബാക്കി എന്തുണ്ട്? ബാക്കി 10,000. 10,000 × 4 ഈക്വൽ ടു എത്രയാണ്? 40,000 രൂപയാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി.